കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ അദ്ദേഹം പലപ്പോഴും പുറമേ പറയുന്ന വാക്കുകളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടാവാറില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നൊരു കാര്യമാണ്. അതിൽ അദ്ദേഹം നിരവധി തവണ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കള്ളങ്ങൾ പറയുന്നതിന് അദ്ദേഹത്തിന് യാതൊരു സങ്കോചമോ മടിയോ ഒന്നും ഉണ്ടാവാറില്ല. അത് കൈയോടെ പിടിക്കപ്പെടുമ്പോൾ പോലും അദ്ദേഹം അതൊന്നും സമ്മതിച്ച് തരാറുമില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ മുമ്പിൽ തന്നെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് മുനമ്പം പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞു. അത് ആ സമയത്ത് അദ്ദേഹം വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞൊരു തന്ത്രം മാത്രമാണ്. 10 മിനിറ്റ് കൊണ്ടൊന്നും തീർക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കള്ളമെന്ന് പറയുന്നത് അങ്ങനെ തീർക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അതിൻ്റെ പോർട്ടലിൽ, അതായത് ഈ വഖഫ് ബോർഡിൻ്റെയൊക്കെ തന്നെ പോർട്ടലിൽ ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച്, അതായത് മുനമ്പത്തെ ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വഖഫ് ലഭ്യമാക്കിയതുകൊണ്ടാണ്, വഖഫ് ബോർഡ് ലഭ്യമാക്കിയതുകൊണ്ടാണ്, അങ്ങനെ ഒരു ആറ്റൻ പണി തന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും തന്നെ ഇത് നീണ്ടുപോവില്ലായിരുന്നു. വെറും 10 മിനിറ്റ് കൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. പച്ചക്കള്ളമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഉമീദ് എന്ന് പറയുന്ന ഈ വഖഫ് ബോർഡിൻ്റെ പോർട്ടലിൽ, അല്ലെങ്കിൽ വഖഫ് പ്രോപ്പർട്ടികൾ രജിസ്റ്റർ ചെയ്യേണ്ട പോർട്ടലിൽ ഇത് രജിസ്റ്റർ ചെയ്താലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഈ പ്രോപ്പർട്ടി, മുനമ്പത്തെ പ്രോപ്പർട്ടി യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ 2019 തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ആ രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടിയുടെ വിവരങ്ങൾ അതിനകത്ത് എൻട്രി ചെയ്യുക എന്ന് പറയുന്നൊരു പണി മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച് അദ്ദേഹം നമ്മളോട് പച്ചക്കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. കാരണം യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, റൂൾ 97 പ്രകാരം ഒരു ഓർഡർ, അതായത് ഒരു ഉത്തരവ് കേരള സംസ്ഥാന ഗവൺമെൻറ് വഖഫ് ബോർഡിന് കൊടുത്താൽ മതി, ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞ് കൊടുത്താൽ ആ ഉത്തരവ് ടൈപ്പ് ചെയ്തെടുക്കുന്ന സമയം മാത്രമാണ് 10 മിനിറ്റ്. അത് കഴിഞ്ഞാൽ പ്രശ്നം തീരുമായിരുന്നു എന്നാണ്. പക്ഷേ 96 പ്രകാരം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഉത്തരവ് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണമെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ് ശുപാർശ ചെയ്യണമെന്ന് പറയുന്നൊരു ഭാഗം കൂടിയുണ്ട്. പക്ഷേ ആ ഭാഗം അദ്ദേഹം മനഃപൂർവ്വം നമ്മളെ കേൾപ്പിക്കാതെ മറച്ചു വെക്കുകയും ഇത് പറയുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ചില ഉരുണ്ട് പറച്ചിലുകൾ അദ്ദേഹം PMശ്രീയുടെ കാര്യത്തിൽ നടത്തി. അദ്ദേഹം PMശ്രീയുടെ കാര്യത്തിൽ പറഞ്ഞത്, ഇത് ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു, ഇനിയും തുടരാതെ വേറെ നിവൃത്തിയില്ല, പണം മേടിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അതും പച്ചക്കള്ളമായിരുന്നു. പണം മേടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്ക് PMശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു പണവും കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇത് തുടരണോ വേണ്ടയോ എന്ന് ചോദിച്ച് ഇങ്ങോട്ട് ലെറ്റർ അയച്ചിട്ടുണ്ട് കേന്ദ്ര സെക്രട്ടറി. കൂടാതെ പാർലമെൻറ്റിൽ തന്നെയുള്ള പല രേഖകളും അതിന് സാക്ഷ്യം നിൽക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് കളവാണ്, തെറ്റാണ് എന്നുള്ളതിന്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ മാറ്റി പറഞ്ഞു. അദ്ദേഹം പറയുന്നത്, നിയമസഭയിൽ വന്നിട്ട് പറയുന്നത്, ഞങ്ങളങ്ങനെ തുടരുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്ഥിതിഗതികൾ വഷളായപ്പോൾ അദ്ദേഹം അതിൽ യൂട്ടേൺ അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നിരവധി സംഭവങ്ങളിൽ, ഒന്ന് മുനമ്പത്ത്, ഒന്ന് PMശ്രീയുടെ കാര്യത്തിൽ, രണ്ടാമത്തേത് മദ്യനയത്തിൻ്റെ കാര്യത്തിൽ. ആ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ശിവാശ്രീകളിലും അതുപോലെ തന്നെ ജോണി വാക്കറുടെ നമുക്ക് എത്ര കിട്ടി എന്ന് ചോദിച്ചുകൊണ്ടൊരു മാസ് ഡയലോഗ് അടിക്കാൻ ശ്രമിക്കുകയും കുറേ വിവരമില്ലാത്ത യൂട്യൂബേഴ്സൊക്കെ തന്നെ അതെടുത്ത് വെച്ചുകൊണ്ട് മാസടാ സതീശനടാ എന്നൊക്കെ പറഞ്ഞു വീഡിയോകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. യഥാർത്ഥത്തിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നിശ്ചയിച്ച ടാക്സാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 78 മുതൽ 120% വരെ ടാക്സ് നിശ്ചയിച്ചിരുന്നു. അത് ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിനാണ്. അത് അവരെ സഹായിക്കാനാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. എത്ര തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യമാണെന്നറിയാമോ? 2018 വരെ അത് ഓരോരുത്തർക്കും ഇവിടെ ഇറക്കി, അതായത് ലൈസൻസോടുകൂടി അവർക്ക് ഇറക്കി വിതരണം ചെയ്യാമായിരുന്നെങ്കിൽ അത് പിന്നെ പറ്റില്ല എന്നൊരു തീരുമാനമെടുക്കുകയും അത് ഗവൺമെൻറ്റിൻ്റെ കമ്പനികൾ, ബവറേജസ് കോർപ്പറേഷൻ, ബെവ്കോ മാത്രം അത് ഇമ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കസ്റ്റംസ് തീരുവ തന്നെ യഥാർത്ഥത്തിൽ 152% വരുമായിരുന്നു. അങ്ങനെ 152% കസ്റ്റംസ് തീരുവ വരുമ്പോൾ ഓൾറെഡി ടാക്സ് തന്നെ വരുന്നു. ആ ടാക്സ് വരുന്നത് കൂടാതെ നമുക്കറിയാം അതിൻ്റെ ഒപ്പം 78% കൂടി ചേർക്കുമ്പോൾ തന്നെ എത്ര വരും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 230% ടാക്സ് വരും. യഥാർത്ഥത്തിൽ ആ സമയത്ത് 210% ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് ഇവിടെ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ വിദേശത്ത് നിന്നുള്ളതിന് 230% വെക്കുന്നത്. അതിൽ കൂടുതൽ വെക്കാൻ കഴിയില്ല, കാരണം അത് ടാക്സ് തന്നെയാണ്. ഇനി അങ്ങനെ വെച്ചില്ലെങ്കിൽ പോലും അത് മറ്റാരെയും സഹായിക്കുന്നില്ല. ആകെ സഹായിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്, അത് കേരള സർക്കാരിനെ മാത്രമാണ്, അല്ലാതെ പ്രൈവറ്റ് കമ്പനികൾക്കൊന്നും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല നുണകളും അദ്ദേഹം പറഞ്ഞു. അതിലൊക്കെ പിടിച്ചു നിന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം ഒരു കേസിൽ അദ്ദേഹം പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് എന്ന് പറയുന്നത് നമ്മുടെ റെജി ചെറിയാൻ എന്ന് പറയുന്ന വലിയ സമ്പന്നനായിട്ടുള്ള
ഒരു MLA ഉണ്ട്. അദ്ദേഹം കുട്ടനാട് നിന്ന് ജയിച്ചു വന്നതാണ്. റമദ റിസോർട്സിൻ്റെ ഓണറാണ്. മറ്റ് നിരവധി ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് വിദേശത്ത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ തവണ നിയമസഭയിൽ ഒരു സബ്മിഷൻ ഉന്നയിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സബ്മിഷനാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അത് ഉന്നയിച്ചത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തോമസ് കെ തോമസിനെ തോപ്പിച്ചാണ് ജയിച്ചു വന്നത് കുട്ടനാട്ടിൽ. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചമ്പക്കുളത്തുള്ള മൂലം വള്ളംകളിയുണ്ട്. ആ മൂലം വള്ളംകളിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രാദേശിക അവധി അവിടുത്തെ സ്കൂളുകൾക്ക് കൊടുക്കണമെന്നാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണമല്ലേ. ആ പ്രാദേശിക അവധി കൊടുക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രാദേശിക അവധി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുട്ടികളുടെ പഠനത്തെ ബാധിക്കും. അതൊന്നും അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തോട് പറയാവുന്നേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സബ്മിഷൻ മറുപടിയായിട്ട് ഉടനെ തന്നെ ഇദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് അത് ഗവൺമെൻറ് ആലോചിച്ച് നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാം എന്നാണ് പറഞ്ഞത്. അതായത് ആലോചിച്ചിട്ട് നമുക്ക് പരിശോധിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, തീരുമാനം പറയാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം ഇരുന്നു. പക്ഷേ ആ പരിശോധിച്ചിട്ട് തീരുമാനം പറയാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇദ്ദേഹം ഈ VD സതീശൻ്റെ വായൊന്ന് അടക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് ഒരു 3, 4, 5 സെക്കൻഡ് എടുത്തിട്ടുണ്ടാവുള്ളൂ അദ്ദേഹം ഇരിക്കാൻ. ആ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം യഥാർത്ഥത്തിൽ തൊട്ടിപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചു പറയുന്ന ഒരു വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും കൊടുക്കൂലെന്നാണ്. അതായത് കുഞ്ഞാലിക്കുട്ടിയോട് അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും കൊടുക്കൂലെന്നാണ്. ഇതൊന്നും അല്ലട്ടെ, ഇതിൻ്റെ ട്വിസ്റ്റ് ഇനിയും വരാനുണ്ട്. ഒന്നും കൊടുക്കൂലെന്നാണ്. ഉടനെ തന്നെ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് വലിയ ലേഖന പരമ്പരകൾ, ആർട്ടിക്കിളുകൾ, അതുപോലെ തന്നെ വിഷ്വൽ മീഡിയ ജേർണലിസ്റ്റുകളൊക്കെ ഇത് ഉറഞ്ഞു തുള്ളുകയാണ്. തുള്ളുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മൈക്ക് ഓഫാക്കാൻ മറന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മൈക്ക് ഓഫാക്കാൻ മറന്നതല്ലല്ലോ പ്രശ്നം. ഒരാളുടെ ഹിപ്പോക്രസിയാണ് പ്രശ്നം, കാപട്യമാണ് പ്രശ്നം. നിങ്ങളൊരു വാചകം ഒരാളോട് പറയുന്നു, അതൊരു ആത്മാർത്ഥമായി ഉള്ള കാര്യം പറയേണ്ടതിന് പകരം അതിന് നേരെ ഘടകവിരുദ്ധമായ കാര്യം പറയുകയും അദ്ദേഹം ഇരുന്ന് 3 സെക്കൻഡ് വാ പൂട്ടുന്നതിന് മുമ്പ് അതേ നാക്ക് വെച്ച് തന്നെ അതിന് നേരെ എതിരായിട്ടുള്ള അഭിപ്രായം പറയുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിശ്വസിക്കാൻ കൊള്ളാത്ത കാപട്യം നിറഞ്ഞ ഒരാളാണ് കേരള മുഖ്യമന്ത്രി എന്നുള്ളത് തെളിവോടെ കൈയോടെ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്നിട്ട് മാധ്യമങ്ങൾ പറഞ്ഞത് മൈക്ക് ചതിച്ചതാണ് ആശാനെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് തമ്പിടുന്നു, കുറച്ച് പേര് മൈക്ക് ഓഫാക്കാൻ മറന്നു. അതായത് മൈക്ക് ഓഫാക്കിയാൽ അപ്പോൾ നമ്മൾ ഒരാളോട് പറയുന്നു തെളിവില്ലാതിരുന്നോ, അത് ഇപ്പുറത്ത് വന്നിട്ട് അപ്പോൾ വേറെ അഭിപ്രായം പറയാമെന്നാണോ? എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്നും താഴെ കമൻറ്റ് ചെയ്യണം. ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അതിൻ്റെ ഏറ്റവും ആദ്യത്തേത്. യഥാർത്ഥത്തിൽ ഇതിന് ശേഷം അദ്ദേഹം ഒരു ഘടകകക്ഷി MLA ആണ്, ജോസഫ് ഗ്രൂപ്പിൻ്റെ MLA ആണ്. അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം വീണ്ടും സഭയുടെ TV-യുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചു. അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞതാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഇനി മറുപടി വേണമെന്നാണ്. ഇനി മറുപടി ചോദിച്ചാൽ അദ്ദേഹം എന്ത് പറയും? വേറൊരു കള്ളോ കൂടി പറയും, അല്ലാതെ വേറെന്ത് പറയാനാണ്? എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേട്ടേക്ക്, നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സൈഡിൽ VD സതീശൻ പറയുന്ന സഭയിലെ അതേ സെന്റൻസുകളാണ് നിങ്ങൾക്കിപ്പോൾ കേൾക്കാം. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. അടുത്ത പാറക്കൽ അബ്ദുള്ളേനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിക്കുമ്പോഴേക്കും ഇദ്ദേഹം അതേ ഇരിക്കുന്നതിന് 3 സെക്കൻഡ് മുമ്പ് പറയണം ഒരു കാരണവശാലും കൊടുക്കൂല. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം മൈക്ക് ഓഫ് ആക്കുന്നതല്ല പ്രശ്നം, മൈക്കിലൂടെ കടന്നുപോയതല്ല പ്രശ്നം. യഥാർത്ഥത്തിൽ ഇതൊരാളുടെ ക്യാരക്ടറിനെ റിവീൽ ചെയ്യുന്നൊരു കാര്യമാണ് എന്നുള്ളത് മാധ്യമങ്ങൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യാത്തതെന്ത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കഷ്ടം, ലജ്ജിക്കുന്നു ഞാൻ എന്നുള്ളത് മാത്രമേ എനിക്ക് നിങ്ങളെക്കുറിച്ച് പറയാനുള്ളൂ. ടോപ്പിക്ക് കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളത്. താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി നമ്മളൊരു മെമ്പർഷിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അത് യൂട്യൂബ് നൽകുന്നൊരു ഓപ്ഷനാണ്. ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള പല ലെവലുകളുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും എടുത്തുകൊണ്ട് നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം. ഇനി അതല്ല നമ്മളെ നേരിട്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യമെന്ന് പറയുന്നത്, ഇത് ചെയ്തത് കൊണ്ടിട്ട് നിങ്ങൾക്ക് വലിയ ബെനിഫിറ്റ് ഏതെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മെമ്പേഴ്സിന് വേണ്ടി മാത്രമായിട്ടുള്ള വീഡിയോസൊന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ കൊടുക്കുന്ന വീഡിയോസ് തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ അത് കുറച്ചുകൂടി നേരത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ചാനൽ നടത്തിക്കൊണ്ടുപോകാൻ അത്തരത്തിലുള്ള സപ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നമ്മൾ മറ്റൊരു ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ കുറേ പേർക്ക് അറിയാമായിരിക്കും. ആ ചാനലിൻ്റെ പേര് പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. എന്ന് പറഞ്ഞാൽ ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അപ്പോൾ ആ ചാനൽ തുടങ്ങിയിരിക്കുന്നതിൻ്റെ കാര്യം നമ്മുടെ കേരളത്തിലെ മിക്ക മാധ്യമങ്ങളൊക്കെ കൂടി ചേർന്നുകൊണ്ട് അവരൊരു നെക്സസ് ആവുകയും അവരൊരു പൊതുബോധം സൃഷ്ടിക്കാൻ കേപ്പബിൾ ആവുകയൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അതിനെ പൊളിച്ചെടുക്കാനുള്ള ചെറിയൊരു എഫേർട്ട്, ഒരു എളിയ പരിശ്രമം മാത്രമാണത്.
അപ്പോൾ അത് വളരെ ലെങ്തി ആയിട്ടുള്ള പോഡ്കാസ്റ്റുകളാണ് എടുക്കുക. വലിയ ചിലവേറിയ ഒരു കാര്യമാണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്, കൂടാതെ വലിയ അധ്വാനം വേണ്ടി വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആദ്യത്തെ പോഡ്കാസ്റ്റ് ഇട്ടേക്കുന്നത് 1 മണിക്കൂർ 44 മിനിറ്റിൻ്റെ ഒരു പോഡ്കാസ്റ്റാണ്. ആ പോഡ്കാസ്റ്റിൽ യഥാർത്ഥത്തിൽ നമ്മൾ സ്റ്റുഡിയോ റെൻ്റ് ഔട്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ വലിയ എക്സ്പെൻസുകളൊക്കെ തന്നെ ഉണ്ട്. കൂടാതെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, കാരണം അതിൻ്റെ പുറകിലുള്ള അധ്വാനം വളരെ കൂടുതലാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ആ പോഡ്കാസ്റ്റ് നിങ്ങളെല്ലാവരും സ്വീകരിച്ചു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം 16,000 പേര് അത് കണ്ടിരിക്കുന്നു ഏറ്റവും ആദ്യത്തെ പോഡ്കാസ്റ്റ് തന്നെ. കൂടാതെ ഏതാണ്ട് 9,000-ഓളം വരുന്ന വാച്ചബേഴ്സിലേക്ക് അത് കടന്നിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഓരോ ആഴ്ചയിൽ ഓരോ പോഡ്കാസ്റ്റ് എന്നുള്ള നിലക്കാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മളെ കൊണ്ട് അത് കഴിഞ്ഞില്ല. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത പോഡ്കാസ്റ്റ് വീണ്ടും 24 മണിക്കൂറിനകം വരും. നിങ്ങളെ ഞെട്ടിക്കാൻ പോകുന്ന സംഭ്രമജനകമായിട്ടുള്ള നിരവധി കാര്യങ്ങളടങ്ങുന്ന ഒരു പോഡ്കാസ്റ്റാണിത്. പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷമില്ലാഞ്ഞിട്ടും ഹൈക്കമാൻഡിന് ഇഷ്ടമല്ലാഞ്ഞിട്ടും വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായതെങ്ങനെ, അതിൻ്റെ പിന്നിൽ നടന്ന രഹസ്യ നീക്കങ്ങൾ ആരുടേത്, ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്, ആരുടെയാണ് ഈ പറഞ്ഞ പോലെ പണമിറക്കിയത് എന്നുള്ളതിൻ്റെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് നമ്മളവിടെ. കൂടാതെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ചരിത്രത്തിൽ ഒരിക്കലും എടുക്കാത്ത രീതിയിൽ എന്തുകൊണ്ടാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു പാർലമെൻ്ററി പാർട്ടി ലീഡറെ കോൺഗ്രസിനകത്ത് നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി അവർ വലിയ ശാഠ്യം പിടിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുമുള്ള നിരവധി ഞെട്ടിക്കുന്ന, കേരളത്തിൽ ആരും പറയാത്ത വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റാണിത്. ആ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ BCC വിത്ത് രതീഷ് ചക്രവാണി എന്ന് പറയുന്ന ആ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമ്മളൊരു 24 മണിക്കൂറിനകം അത് അപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇനി വൈകിയാലും കൂടി വന്നാൽ ഒരു 36 മണിക്കൂറിനുള്ളിൽ നമ്മളത് അപ്പ് ചെയ്തേക്കും. അപ്പോൾ അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറന്നു പോകേണ്ട, BCC വിത്ത് രതീഷ് ചക്രവാണി എന്നാണ് ചാനലിൻ്റെ പേര്. അത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നമ്മുടെ വീഡിയോകൾ കണ്ടുകൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ താഴെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടും തന്നെ നമ്മളെ എൻകറേജ് ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ. ചാനലിൻ്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു, മറന്നു പോകേണ്ട, BCC വിത്ത് രതീഷ് ചക്രവാണി എന്നാണ്.